റീസെൻ്റ്ലി ഈ വർഷം പുറത്തിറങ്ങിയിരിക്കുന്ന ഹോളിവുഡ് സിനിമകളിൽ അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കുറേ ഹോളിവുഡ് സിനിമകളിൽ കുറേ ട്രെയിലേഴ്സ് പുറത്തിറങ്ങി. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വാസ് വെരി ഗുഡ് എന്ന് പറയാം. അതിൽ തന്നെ ജുറാസിക് വേൾഡ് റീബർത്തിൻ്റെ ട്രെയിലർ കണ്ടു. ആൻഡ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ ഗാരത്ത് എഡ്വേർഡ്സ് ആണ്. നമ്മൾ ക്രിയേറ്റർ, റോഗ് വൺ തുടങ്ങിയ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഡയറക്ടർ. ആളുടെ ആ ഒരു ക്രിയേറ്റീവ് മൈൻഡ് തന്നെ അടിപൊളിയാണ്. ക്രിയേറ്റർ എന്നുള്ള ഒരു പടം തന്നെ കണ്ടാൽ അറിയാം എത്രത്തോളം ക്രിയേറ്റീവായിട്ടാണ് അദ്ദേഹം പടം എടുക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഓൾറെഡി ഗോഡ്സിൽ എടുത്തിട്ടുള്ള ഡയറക്ടറാണ്. ആൻഡ് ഫസ്റ്റ് ജുറാസിക് പാർക്ക് സിനിമ ഉണ്ടല്ലോ, നമ്മൾ സ്പിൽബർഗിൻ്റെ പടം ജുറാസിക് പാർക്ക്, സെക്കൻഡ് പാർട്ട് ലോസ്റ്റ് വേൾഡ്, അത് രണ്ടും ഒരു നോവൽ അല്ലെങ്കിൽ ബുക്ക് ബേസ്ഡ് സാധനമായിരുന്നു. അതിൻ്റെ റൈറ്റർ തന്നെയാണ് ഈ സാധനം എഴുതുന്നത്. സോ കുറച്ചൊക്കെ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന റൈറ്റാണ്. ഒന്നാമത് ഡയറക്ടർ അടിപൊളിയാണ്, നല്ല റൈറ്റർ ഉണ്ട്. ദെൻ ഗംഭീര ഒരു കാസ്റ്റ് ലിസ്റ്റാണ്. പ്രത്യേകിച്ച് സ്കാർലെറ്റ് ജോഹാൻസനൊക്കെ മെയിൻ ലീഡ് റോളായിട്ട് വരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഒരു പ്ലോട്ടും രസമുണ്ട്. സോ ഒരു ഡൊമിനിയൻ കഴിഞ്ഞിട്ടൊരു സ്റ്റാൻഡ് അലോൺ സീക്വൽ പോലെയാണ് ഇത് പോവുക. ഒരു പുതിയ ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ട്രയോളജിക്കൊക്കെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. സോ മറ്റേ ഇതിന് മുമ്പ് പുറത്തിറങ്ങി മറ്റേ ഡൊമിനിയൻ വലിയ സുഖം ഉണ്ടായിരുന്നില്ല. എനിക്ക് പേഴ്സണലി ആ ഒരു ടോട്ടൽ ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും വേസ്റ്റ് മൂവ് ആയിട്ട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ വീക്കസ്റ്റ് മൂവ് ആയിട്ട് തോന്നിയത് ജുറാസിക് വേൾഡ് ഡൊമിനിയൻ എന്ന് പറയാം. സോ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഇതിൽ മാറുന്നു പ്രതീക്ഷിക്കും. ഇതിൻ്റെ ട്രെയിലർ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുക മാത്രമല്ല, ഞാൻ ഈ ഫ്രാഞ്ചൈസിൻ്റെ കട്ട ഫാനാണ്. പക്ഷേ ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളിലൊന്നും ജുറാസിക് പാർക്ക് തന്നെയാണ്. ഐ തിങ്ക് ആദ്യം കണ്ടിട്ടുള്ള സിനിമയും ജുറാസിക് പാർക്ക്. സോ എത്ര വട്ടം കണ്ടാലും റിപ്പീറ്റ് മതിയാവാത്ത ആ ഒരു അത്രയ്ക്ക് നമുക്ക് ഇഷ്ടമായിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ്. അതിൽ ഏത് ഇൻസ്റ്റാൾമെൻറ്റ് വന്നാലും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കും. ഈവൻ ഡൊമിനിയൻ അടക്കം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി എന്ന് പറയാം. പക്ഷേ ഇതിൽ ഈ പറയുന്ന നല്ല ഡയറക്ടറും നല്ല റൈറ്റേഴ്സും ഉള്ളത് കൊണ്ട് വിഷ്വലിയും സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളും പ്ലസ് നല്ലൊരു കണ്ടന്റ് ഡ്രിവൺ മൂവി ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഒരു വെറുതെ വിടില്ല നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ അതിൻ്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള നേച്ചർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള സീക്വലുകളും പ്രീക്വലുകളും ഒക്കെ തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഫ്രാഞ്ചൈസിന് തന്നെ ഫ്യൂച്ചർ എന്തായിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന പടമായിരിക്കും ഈ പറയുന്നത് ജുറാസിക് വേൾഡ് റീബർത്ത്. ആൻഡ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന പടം ജൂലൈ 2 പുറത്തിറങ്ങിയത്. ഇതേപോലെ തന്നെ തണ്ടർ ബോൾട്ടിൻ്റെ ട്രെയിലേഴ്സും റിലീസ് ചെയ്തിരുന്നു. മാർവലിൻ്റെ അല്ലെങ്കിൽ MCUയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഇതൊരു ആൻറ്റി ഹീറോ സെറ്റപ്പിലുള്ള ഒരു അവഞ്ചേഴ്സ് മൂവി അല്ലെങ്കിൽ ആ ഒരു ടീമപ്പ് മൂവി. നമ്മൾ ഓൾറെഡി ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഇങ്ങനത്തെ ടീമപ്പ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഇവർക്ക് ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ സെറ്റപ്പിലുള്ള MCUവിലെ മറ്റ് ക്യാരക്ടേഴ്സ് നമ്മുടെ ഫ്ലോറൻസ് പൂയുടെ യെലേനയും US ഏജന്റ് ബക്കി ബാൺസ്, റെഡ് ഗാർഡിയൻ, ടാസ്ക് മാസ്റ്റർ, ഗോസ്റ്റ് തുടങ്ങിയ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ കൂടിയിട്ടുള്ള ഒരു ടീമായിരിക്കും ഈ ഒരു പടത്തിൽ നമുക്ക് കാണാം. ആൻഡ് സെൻട്രി എന്നൊരു ക്യാരക്ടർ ആയിരിക്കും ഇതിൽ മെയിൻ വില്ലനായിട്ട് വരിക. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ DCയുടെ സൂയിസൈഡ് സ്ക്വാഡ് ഇല്ല, അതേപോലെ തന്നെ മാർവലിൻ്റെ തണ്ടർ ബോൾട്ട്, ഇത്ര തന്നെ ഉള്ളൂ. ആൻഡ് ഇതിന് ട്രെയിലറും വലിയ പുതുമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. സ്ഥിരം ആ ഒരു നോർമൽ MCU ട്രെയിലർ കട്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല അതിൽ. സോ മെയ് 2 ആയിരിക്കും തണ്ടർ ബോൾട്ട് എന്ന സിനിമ പുറത്തിറങ്ങുക. ഇതേപോലെ തന്നെ F1ൻ്റെ ഒരു ടീസർ പുറത്തിറങ്ങി. ഇതൊരു ട്രെയിലറൊന്നുമില്ല, ജസ്റ്റ് ചെറിയൊരു ഗ്ലിംസ് മാത്രമേ ഉള്ളൂ, ഒരു 30 സെക്കൻഡ് എന്തോ. ബ്രാഡ് പിറ്റ് പ്രധാന വേഷത്തിലെത്തുന്ന ഏറ്റവും പുതിയ പടമാണ്. ഫോർമുല 1 റേസിങ്ങിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ പടം. ഇതിനു മുമ്പ് നമ്മുടെ ഫോർഡ് വേഴ്സസ് ഫെരാരി ഒക്കെ ആയിരുന്നു അവസാനം ഇതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട ഒരു റേസിംഗ് പടം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പടത്തിലാണ് ഈ സിനിമയുടെ മേക്കിംഗ്, ഇതിൻ്റെ ടെക്നിക്കൽ ടീം ഉണ്ടല്ലോ, ആ ടെക്നിക്കൽ ടീമാണ് ഈ സിനിമയെ ഇപ്പോൾ ഈ കൊല്ലം വേറൊരു പടം IMAX-ൽ കാണണം തോന്നിയില്ലെങ്കിലും ഈ പടം IMAX-ൽ കാണണം തോന്നാനുള്ള മെയിൻ കാരണങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡയറക്ടറാണ് ജോസഫ് കൊസൻസ്കി. നമ്മുടെ ടോപ്പ് ഗൺ മാവർക്ക് ഉണ്ടല്ലോ, ഒരു 2022 ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ പടം, ആ പടത്തിൻ്റെ അതേ ഡയറക്ടറാണ്. അത് ബ്രോഡ്വേയിൽ നമ്മുടെ കോയമ്പത്തൂർ IMAX-ൽ റിലീസ് ഉണ്ടായിരുന്നു. ആ ഒരു പടം റിലീസ് ഞാൻ കാണാൻ വേണ്ടി ഓൾറെഡി ടോപ്പ് ഗൺ തിയേറ്ററിൽ കണ്ടാണ്, ഒരു മനുഷ്യനില്ലാണ്ട് ഇവിടെ തിയേറ്ററിൽ കണ്ടാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് IMAX-ൽ പോയി കണ്ടു. അപ്പോൾ അതിനേക്കാളും ഒരു ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ. സോ അത്രയും കിഡിലിനായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറാണ് ഈ F1 എടുക്കുന്നത്. ആൻഡ് പോരാത്തതിന് അതിൻ്റെ സെയിം സിനിമാറ്റോഗ്രാഫർ ക്ലാഡിയോ മിറാൻഡ തന്നെയാണ് ഇതിൽ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത്. സോ ഒരു പക്ക IMAX-ൽ കാണാനുള്ള ഒരു ഗംഭീര കണ്ടന്റ് ഉള്ള ഒരു കിഡിലൻ ത്രില്ലർ പടമായിരിക്കും എന്നുള്ളത് തീർച്ചയായും. അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, എല്ലാത്തിൻ്റെ മേലെ ചെറിയ ഓൺ ദി ടോപ്പ് എന്ന് പറയുന്ന പോലെ ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്തത് ഹാൻസ് സിമ്മറും. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. IMAX കൺഫേം ആയിട്ടുള്ള പടമാണ് F1 ജൂൺ 25 പുറത്തിറങ്ങുക. അതിന് ഇതേപോലെ തന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൻ്റെ ട്രെയിലർ റിലീസ് ചെയ്തു. ഇത് റീമേക്കാണ്, റീബൂട്ടല്ല, ഒരു റീമേക്കാണെന്ന് പറയും. ഓൾറെഡി ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. 3 പാർട്ട് ആനിമേറ്റഡ് മൂവിയാണ്. കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും കണ്ടുനോക്കണം. ഡ്രീം വർക്ക്സ് ആനിമേഷൻ്റെ വൺ ഓഫ് ബെസ്റ്റ് വർക്ക്സ് എന്ന് പറയാം. ഇൻ കേസ് ഓഫ് ആനിമേഷൻ മാത്രമല്ല, ക്യാരക്ടേഴ്സ്, സ്റ്റോറി ടെല്ലിങ്, അവർ പ്രോപ്പർ കംപ്ലീഷൻ ഓഫ് ദി ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു പരിപാടി. 3 പാർട്ട് കിഡിലിനടിച്ച ഒരു പക്കാ ട്രയോളജി സാധനം, വേറെ ലെവൽ പടം. അതിൻ്റെ റീമേക്കാണ്. സോ പലരും ഇത് കണ്ടിട്ട് ഇതിലിപ്പോൾ ഇത് ശരിക്കും ആ പടം കാണുന്ന പോലെ തന്നെ ഉണ്ടോ, അതിൽ അതേപോലത്തെ ആനിമേഷൻ ക്യാരക്ടറാണ് ഈ ഒരു ടൂത്ത്ലെസ് എന്ന ഡ്രാഗണെ കൊണ്ട് വെച്ചിട്ടുള്ളത്. സോ എന്താണ് ഇതിൽ വ്യത്യാസം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഇങ്ങനെ ഒരു പടത്തിന് തന്നെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ അതേ ഡയറക്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആനിമേറ്റഡ് പടങ്ങൾ കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും അവർ വരുത്തിയിട്ടില്ല. ആ ഒരു ഡ്രാഗൺ ക്യാരക്ടേഴ്സൊക്കെ തന്നെ അതേപോലെ തന്നെ വെച്ചിട്ടുള്ളൂ. കാരണം അതിൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഡ്രാഗൺ എന്ന് പറയുമ്പോൾ ആ ഒരു വലിയ മാരക സെറ്റപ്പിലുള്ള ഒരു ഈവിൾ സാധനമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെറ്റായിട്ട് നമുക്ക്
തോന്നുന്ന രീതിക്കാണ് ഇത് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർ ഇങ്ങനത്തെ ഒരു മോഡ് അഡാപ്റ്റ് ചെയ്ത് കണ്ടന്റ് അറിയേണ്ടത് എങ്ങനെ വരിക എന്നുള്ളത്. ഈ സിനിമ ജൂൺ 13 തീയതിക്കും പുറത്തിറങ്ങുക. ദെൻ ഇതേപോലെ തന്നെ മേഘൻ 2.0 ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമ ജൂൺ 27 തീയതിക്കും പുറത്തിറങ്ങുക. ഒരു 2 കൊല്ലം 2022 പുറത്തിറങ്ങിയ ഒരു സൈഫൈ മൂവിയാണ്. എനിക്കത് കുഴപ്പമില്ല എന്ന് മാത്രമേ ഉള്ളൂ, വലിയ മാരക സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. കാരണം ഒരു AS പോലത്തെ സാധനം കുറെ നമ്മൾ കണ്ടു. സോ അതിന് സെക്കൻഡ് പാർട്ടിന്റെ ഒരു ചെറിയ ടീസറും കൂടി പുറത്തിറങ്ങിയത് ഈ F1 പോലെ തന്നെ ഒരു 30 സെക്കൻഡിലേക്ക് താഴെയുള്ള ചെറിയ ടീസർ മാത്രമാണ്. ദെൻ ഇക്കൂട്ടത്തിൽ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്നുള്ള സിനിമയുടെ ട്രെയിലറും കൂടി റിലീസ് ചെയ്തിരുന്നു. ഇത് ഒരു പ്രോപ്പർ ഫുൾ ലെങ്ത് ട്രെയിലർ ആയിരുന്നു. സോ MCUവിൻ്റെ അടുത്ത അഡീഷനാണ്. MCUവിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഫാന്റാസ്റ്റിക് ഫോർ ക്യാരക്ടേഴ്സിന് ഫുള്ളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അല്ലാണ്ട് നമ്മൾ മാർവൽ ഈ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ അവിടെ എടുത്ത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് 3ാമത്തെ റീബൂട്ട് എന്നാണ്. ആദ്യൊരു പടം ഉണ്ടായിരുന്നു, അത് ഗംഭീര സാധനം. സെക്കൻഡ് വൺ ഒരു ആവശ്യമില്ലാത്ത റീബൂട്ട്. തേർഡ് വൺ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടന്റ് അറിയാം. ഇതിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കാസ്റ്റ് എൻറ്റയർലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പെഡ്രോ പാസ്കലും ജോസഫ് ക്വീൻ, വനേസ ക്രിബിയോ എന്നിവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മെയിൻ തോന്നിയൊരു പ്രശ്നം, ഇതിൽ മറ്റേ ബെൻ ഗ്രിംസ് ക്യാരക്ടർ ഉണ്ടല്ലോ, മറ്റേ കല്ല് മനുഷ്യൻ, ആ ചങ്ങായും മറ്റേതിൽ സെക്കൻഡിൽ എങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഫസ്റ്റിൽ അത് മേക്കപ്പ് വെച്ച് ചെയ്തൊരു സെറ്റപ്പ് ആയിരുന്നു. അത് കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. അതിന് ഒരു ഒറിജിനൽ മനുഷ്യൻ എങ്ങനെ ഇരിക്കുക അതേപോലെ തന്നെ ഇതിൽ ഒരുമാതിരി CGI ചെയ്തിട്ട് ചിലപ്പോൾ ഇനി പക്ക കോമിക് അക്കുറേറ്റ് എന്നൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ കോമിക് വായിച്ചില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തില്ല. പക്ഷെ അത് കണ്ടിട്ട് ഒരു റിയലിസ്റ്റിക് ഫീൽ തോന്നിയില്ല. അതും കൂടി മറ്റേ പോലെ ഒരു നോർമൽ മേക്കപ്പ് വെച്ച് ആ ചങ്ങായിനെ തന്നെ കാസ്റ്റ് ചെയ്യുന്നു. ആൻഡ് മെയിൻലി ഇതൊരു മൾട്ടിവേഴ്സിൽ നടക്കുന്ന കഥയായിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള മറ്റ് ഫാന്റാസ്റ്റിക് ഫോർ സിനിമകളിലെ ആ ഒരു ടൈം ലൈനിലായിരിക്കും ഇത് നടക്കുക. അറൗണ്ട് ഒരു 1960s ഒരു റിട്രോ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിലൊക്കെ ഇത് ചർച്ച ചെയ്ത് പോകുക. അത് അവരുടെ ആ ഒരു കോസ്റ്റ്യൂംസ്, ഈവൻ ആ ഒരു ഫസ്റ്റ് അനൗൺസ്മെന്റ് ടൈമിൽ തന്നെ നമ്മളത് കണ്ടതാണ്. ആൻഡ് ഗാലക്ടസ് എന്ന ഒരു പ്ലാനറ്റ് ഈറ്റർ വില്ലൻ, അതിനെ ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ ടീം എങ്ങനെ എതിർക്കുന്നുള്ളതായിരിക്കും ഈ സിനിമയിൽ തന്നെ. ആൻഡ് ഇതൊരു ഒറിജിനൽ സ്റ്റോറി പോലെ തന്നെ ആയിരിക്കും. ആദ്യം ഇവർക്ക് എങ്ങനെയാണ് പവർ കിട്ടിയത് ഈ സ്പേസിൽ പോയിട്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പടങ്ങളിലൊക്കെ കണ്ടില്ല. അതേപോലെ തന്നെ ഇരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്. സോ കഥയിൽ വലിയ പുതുമയൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ മിഷൻ ഇമ്പോസിബിൾ 8 അല്ലെങ്കിൽ ഫൈനൽ റെക്കണിങ്ങിന്റെ ട്രെയിലർ കൂടി പുറത്തിറങ്ങിയിരുന്നു. മെയ് 23 ഈ സിനിമ പുറത്തിറങ്ങി. ഈ ഒരു ഫുൾ ലെങ്ത് ട്രെയിലർ മാത്രമല്ല, ഇടയിലൂടെ കുറെ ക്ലിപ്പിംഗ്സ് ഒക്കെ ഇവരും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഓരോന്നിലും ടോം ക്രൂസിന്റെ ഓരോ തരം സ്റ്റണ്ടുകളാണ്. ഈ ചങ്ങായി അവസാനത്തെ പാടാണ്, ഇതോടെ നിർത്തുകയാണ്. ഇതുവരെ ചെയ്ത് കൂട്ടിയിട്ടുള്ളതൊന്നും അല്ലാതെ ഇനി അതുക്കും മേലെ ഈ ചങ്ങായി എന്താ ചെയ്യാൻ പോകണമെന്നുള്ളതാണ് ഈ പടത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്. കുറേയൊക്കെ ഗ്ലിംസ് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ട്രെയിലറിൽ ടീസറിലൊക്കെ തന്നെ കാണുന്നുണ്ട്. സോ എന്താണാവുമെന്നൊരു പിടുത്തമില്ല അവസാനത്തെ പടം. സോ പറ്റാവുന്ന എല്ലാ കാരണം ഈ അവസാനത്തെ പടം വിചാരിച്ച് ചിലപ്പോൾ സ്പേസിൽ നടക്കും കൈയും കെട്ടിച്ചാടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കണ്ടറിയണം എന്താണ് ഈ ചങ്ങായി ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഹൈപ്ഡ് മൂവീസ് ഓഫ് ദിസ് ഇയർ. ആൻഡ് ആ ഒരു വലിയ ഫ്രാഞ്ചൈസിൻ്റെ ഉണ്ട്. സോ ഒരു പ്രോപ്പർ സാറ്റിസ്ഫൈങ് കൺക്ലൂഷൻ അവർ കൊടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയും ട്രെയിലേഴ്സാണ്. ഇത് മാത്രമല്ല കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഹൈപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്ത്. സോ ഈ ട്രെയിലേഴ്സൊക്കെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ ട്രെയിലേഴ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.